കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ പല കേസുകളും ഇന്നുവരെ മറയാത്ത രഹസ്യങ്ങളാണ്. ചിലപ്പോഴത് കൊലയാളിയെ കണ്ടെത്താനാവാത്തതിനാലും ചിലപ്പോഴത് ഇര ആരാണെന്ന് പോലും തിരിച്ചറിയാനാവാത്തതിനാലുമാണ്. അമേരിക്കയിലെ ഏറ്റവും ഭീകരവും വിചിത്രവുമായ കേസുകളിൽ ഒന്നായി ഇപ്പോഴും നിലകൊള്ളുന്നത് 1983 മിസോറിയിലെ സെന്റ് ലൂയിസിൽ നടന്ന സെന്റ് ലൂയിസ് ജെയിൻ ഡോയുടെ കൊലപാതകമാണ്. 40 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ കേസിന് മറുപടി ലഭിച്ചിട്ടില്ല. 1983 ഫെബ്രുവരി 28 വൈകുന്നേരം തങ്ങളുടെ തകരാറിലായ കാറിന് വേണ്ട ഉപകരണങ്ങൾ കണ്ടെത്താമെന്ന പ്രതീക്ഷയിൽ 2 യുവാക്കൾ സെന്റ് ലൂയിസിലെ ആളൊഴിഞ്ഞൊരു പഴയ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ കടന്നു. അവർ തിരച്ചിൽ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ബേസ്മെന്റിലേക്ക് ഇറങ്ങി. അവിടെ കണ്ട കാഴ്ച അവരെ ഭീതിയിലാഴ്ത്തി. ശരീരത്തിന്റെ മുകളിലായി മഞ്ഞ നിറത്തിലുള്ള സ്വെറ്റർ ധരിച്ച, കൈകൾ ചുവപ്പും വെള്ളയും കലർന്ന നൈലോൺ കയറുകൊണ്ട് പിന്നിലേക്ക് കെട്ടിയ നിലയിലുള്ള ഒരു പെൺകുട്ടിയുടെ മൃതദേഹമാണ് അവിടെ കിടന്നിരുന്നത്. ഏറ്റവും ഭയാനകമായത്, ആ മൃതദേഹത്തിന് തലയില്ലായിരുന്നു. വിളിപ്പുറത്തെത്തിയ പോലീസിന് ആദ്യം തോന്നിയത് കൊല്ലപ്പെട്ടത് ഒരുപക്ഷെ ലൈംഗിക തൊഴിലാളിയോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരാളോ ആകാമെന്നായിരുന്നു. എന്നാൽ തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധന പോലീസിനെയും പൊതുജനങ്ങളെയും ഞെട്ടിച്ചു. കൊല്ലപ്പെട്ടത് വെറും 8 മുതൽ 11 വയസ്സ് വരെയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. കൊലപാതകത്തിന് മുൻപ് അവൾ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ വെളിപ്പെട്ടു. വലിയ ബ്ലേഡ് പോലെയുള്ള മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ചാണ് തല വേർതിരിച്ചതെന്ന് വിദഗ്ധർ കണ്ടെത്തി. ബേസ്മെന്റിൽ ഒരു തുള്ളി രക്തക്കറ പോലും ഇല്ലാത്തത് കൊലപാതകം നടന്നത് അവിടെ അല്ലെന്നതിനുള്ള തെളിവായിരുന്നു. കൊലയാളി പെൺകുട്ടിയെ മറ്റെവിടെയോ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതാണെന്ന് പോലീസിന്റെ നിഗമനം. അന്ന് അമേരിക്കയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കാണാതായ കുട്ടികളുടെ പട്ടിക പരിശോധിച്ചെങ്കിലും പെൺകുട്ടിയെ തിരിച്ചറിയാൻ യാതൊരു സൂചനയും ലഭിച്ചില്ല. മൃതദേഹം കണ്ടെത്തുന്നതിന് 4-5 ദിവസം മുൻപാണ് കൊലപാതകം നടന്നതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഇരയുടെ പേര്, കുടുംബം, ജന്മസ്ഥലം തുടങ്ങിയ ഒന്നും അറിയാനാവാത്തതിനാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അവളെ ഹോപ്പ് എന്നും ചില രേഖകളിൽ ലിറ്റിൽ ജെയിൻ ഡോ എന്നും വിളിച്ചു. കേസിന് ഒരു ദിവസം ഉത്തരങ്ങൾ ലഭിക്കുന്ന പ്രത്യാശയോടെയാണ് ഈ പേര് നൽകിയതെന്ന് പിന്നീട് അവർ വ്യക്തമാക്കി. 10 മാസം നീണ്ട അന്വേഷണത്തിന് ശേഷവും യാതൊരു പുരോഗതിയും കണ്ടില്ല. 1983 ഡിസംബർ 2 വാഷിംഗ്ടൺ പാർക്ക് സെമിത്തേരിയിൽ പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചു. അന്വേഷണത്തിന് നിർണായകമായിരുന്ന മഞ്ഞ സ്വെറ്റർ പരിശോധനയ്ക്കായി അയക്കുന്ന വഴി നഷ്ടപ്പെട്ടത് കേസ് കൂടുതൽ ദുരൂഹമാക്കി. 1980കളിലെ സാങ്കേതിക പരിമിതികൾ കാരണം വർഷങ്ങളോളം കേസ് പുരോഗമിക്കാതെ നിന്നു. 2013 ഫോറൻസിക് സാങ്കേതിക വിദ്യകൾ വളർന്നതിനെ തുടർന്ന് ഹോപ്പിന്റെ മൃതദേഹം പുറത്തെടുത്ത് കൂടുതൽ പരിശോധനകൾ നടത്താൻ അധികൃതർ തീരുമാനിച്ചു. എന്നാൽ വർഷങ്ങളുടെ ഇടവേളയിൽ സംസ്കാര സ്ഥലത്ത് സ്ഥാനം മാറുകയും മറ്റു മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളുമായി കലരുകയും ചെയ്തിരുന്നു. ഏറെ പരിശ്രമിച്ച ശേഷമാണ് ഹോപ്പിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അവശിഷ്ടങ്ങൾ നടത്തിയ ഐസോട്ടോപ്പ് പരിശോധനകൾ പ്രകാരം ഹോപ്പ് തന്റെ ജീവിതകാലത്തിന്റെ ഭൂരിഭാഗവും അമേരിക്കയുടെ തെക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ ഫ്ലോറിഡ, ജോർജിയ, മിസിസിപ്പി, ലൂയിസിയാന, ആർക്കൻസാസ്, ടെക്സാസ്, ടെന്നസി, ഉത്തര കരോലിന അല്ലെങ്കിൽ തെക്ക് കരോലിന എന്നിവിടങ്ങളിൽ ചെലവഴിച്ചിരിക്കാമെന്ന് കണ്ടെത്തി. എങ്കിലും ഈ സൂചനകൾ കൊണ്ടും കുടുംബത്തെയോ കൊലയാളിയോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 2025 ഹോപ്പ് ആരായിരുന്നു, അവളുടെ കൊലയാളി ആരായിരുന്നു എന്നതിന്റെ ഉത്തരമില്ല. അമേരിക്കയുടെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും ഭീകരവും ദുഃഖകരവുമായ കേസുകളിൽ ഒന്നായി ഇതെന്നും നിലകൊള്ളുന്നു. സെന്റ് ലൂയിസ് ജെയിൻ ഡോ എന്ന പേരിൽ ഹോപ്പിന്റെ കഥ അമേരിക്കയിലെ ജനങ്ങളുടെ മനസ്സിലൊരു മുറിവ് പോലെ തുടരുന്നു. ഈ കേസ് എന്നും അമേരിക്കൻ നിയമ സംവിധാനത്തിന്റെയും കുറ്റാന്വേഷണ വിദഗ്ധരെയും ഒരുപോലെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. 40 വർഷം കഴിഞ്ഞിട്ടും ഒരു 8 മുതൽ 11 വയസ്സ് വരെ പ്രായമുള്ള ഒരു കുട്ടിയുടെ പേര്, കുടുംബം, ജന്മസ്ഥലം ഒന്നും ലോകം അറിയാത്ത അവസ്ഥ തന്നെ തുടരുന്നു. തെളിവുകൾ നഷ്ടപ്പെടുകയും സാങ്കേതിക പരിമിതികൾ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്തതിനാൽ നീതിയുടെ വാതിൽ ഇന്നും തുറക്കാതെ തുടരുന്നു. എന്നാൽ ഹോപ്പ് എന്ന് വിളിച്ചു പേരിട്ട ആ ചെറിയ പെൺകുട്ടിക്ക് ഒരു ദിവസം നീതി ലഭിക്കണമെന്ന ജനങ്ങളുടെ പ്രത്യാശ ഇന്നും ജീവനോടെയാണ്. ആ പ്രത്യാശയാണ് സെന്റ് ലൂയിസ് ജെയിൻ ഡോയുടെ കഥയെ മറക്കാനാകാത്ത ഒരു ക്രൂര സ്മരണയായി അമേരിക്കൻ ചരിത്രത്തിൽ നിലനിർത്തുന്നത്.